ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ചെയ്ത പാർട്ട് 1-ൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ വാമപ്പ് കാര്യങ്ങളാണ് ചെയ്തത്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഗായ്സ്. അടുത്തതായി നമ്മൾ ലെഗിൻ്റെ ഫ്രണ്ട് ലെഗ് ഇങ്ങനെ നേരെ ഫ്രണ്ടിലേക്കും 10 പ്രാവശ്യം ഫ്രണ്ടിലേക്ക് 2 കാലും, അതുപോലെ തന്നെ സൈഡിലേക്കും 2 കാലും ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക, 2 കാലും ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് 10 പ്രാവശ്യം ചെയ്യുക. അതുപോലെ തന്നെ 2 കാലും ഒരേ രീതിയിൽ തന്നെ ചെയ്യുക. ഇനി ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം. ഓക്കെ, അതേപോലെ ലെഗ് നേരെ ഫ്രണ്ടിലേക്ക്, അതുപോലെ തന്നെ ബാക്കോട്ട് 2 സൈഡും കൂടി 10 പ്രാവശ്യം ചെയ്യുക. അതേപോലെ തന്നെ ഈ കാലം, അതുപോലെ തന്നെ സൈഡിലേക്ക് 2 സൈഡും 10 വട്ടം ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ലെഗ് ഇങ്ങനെ സൈഡിലേക്ക് അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് ചെയ്ത് വരും. ഒരു 5-5 വട്ടം 2 കാലും മാറി വേണം. ഇനി ജസ്റ്റ് കൈ ഇങ്ങനെ നേരെ വെക്കുക, എന്നിട്ട് നേരെ പറ്റുന്ന പോലെ ഡൗൺ ചെയ്യുക. മുട്ട് വളയാതെ നോക്കുക മാക്സിമം. നേരെ ഒരു 10 വട്ടം. ഓക്കെ, അങ്ങനെ 10 വട്ടം. അതേപോലെ ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ ലെവൽ വെക്കുക. ഇതൊക്കെ ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അറിയില്ലാത്തവർക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇത് 10 എണ്ണം ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ജമ്പിങ് ജാക്സ് ആണ്. ജമ്പിങ് ജാക്സ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. സ്റ്റാർട്ടിങ് ഇപ്പോൾ 20 എണ്ണോ 30 എണ്ണോ പറ്റുന്ന പോലെ ചെയ്യുക. ഒരു 3-4 സെറ്റ് വെച്ച് ചെയ്യുക. ഇതെങ്ങനെയാണ്, ജസ്റ്റ് ഇതാ കാലിങ്ങനെ വെക്കുന്നു, ജസ്റ്റ് വൈഡ് ആക്കുന്നു, അപ്പോൾ കൈ വെക്കുന്നു, എടുപ്പിക്കുന്നു. ഇങ്ങനെ 30 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക. പറ്റുന്ന രീതിയിൽ ചെയ്യുക. 30 എണ്ണം വെച്ച് 3 ചെയ്യാൻ പറ്റുന്നവർ 3 ചെയ്യുക, 4 ചെയ്യാൻ പറ്റുന്നവർ ഓരോ ദിവസം ചെല്ലുന്നതോറും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരിക. ഇനി നമ്മൾ ഹൈ നീൽസാണ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഇതാ നമുക്കിപ്പോൾ ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ നേരെ ഇതാ ഫ്രണ്ടിലേക്ക് ഇങ്ങനെയും ചെയ്യാം. 40 എണ്ണം, 40, 30, 20 ഏത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു 20, 30 അറേഞ്ച് ചെയ്താൽ മതി. ഇതിങ്ങനെ നിന്നിട്ട് ചെയ്യാം. കാലിനും വല്ലാതെ ഹെവി ആയിട്ട് തടിയുള്ളവർക്കൊക്കെ നിന്നിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ അല്ലാത്തവർ തടിയൊക്കെ കുറവുള്ളവർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പ് ചെയ്തിട്ട് ചെയ്യുക. 40 എണ്ണം വെച്ച്. അതുപോലെ ഇനി നമ്മൾ ബട്ട് കിക്സ് ആണ് നോക്കുന്നത്. അത് ഇങ്ങനെ ജസ്റ്റ് നമുക്കിപ്പോൾ ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ജസ്റ്റ് ബേക്കിലേക്ക് കിക്ക് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ ജമ്പ് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെ അത് ഒരു 40 എണ്ണം വെച്ച്. നമ്മൾ മെയിനായി ഈ വാമപ്പ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാമപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വാമപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഈ ലെവൽ തന്നെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കുക. എല്ലാ ദിവസവും ഇത്രയും എണ്ണത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിലേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു 20-30 ആ റേഞ്ച് വെച്ച് ചെയ്യാൻ നോക്കുക. അടുത്തതായി നമ്മൾ കാല് ജസ്റ്റ് ഒന്ന് വൈഡാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സൈഡിലേക്ക് ഒരു 20 ടൈംസ് വെച്ച് പറ്റുന്നവർ 20 ടൈംസ് ചെയ്യാം. പയ്യെ ചെയ്താൽ മതി, ഓവർ സ്പീഡ് വേണ്ട. പയ്യെ കൈ അങ്ങോട്ട് പോകും, അതേ ലെവൽ ഫേസും കൂടെ പോവുക. അങ്ങനെ ഒരു 20 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക. 3 സെറ്റ് ചെയ്യാൻ പറ്റുന്നവർ 3 സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ജസ്റ്റ് കാല് തന്നെ വൈഡാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാ ഫ്രണ്ടിലേക്ക് പോവുക. അതേപോലെ ബാക്കോട്ട് വരിക, ജസ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് പൊട്ടുക. ഇതും ഒരു 20 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും പാടായിരിക്കും 3 സെറ്റൊക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. 10 എണ്ണം വെച്ചാണെങ്കിൽ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് ഷോൾഡർ ലെവൽ കൈ വെച്ചിട്ട് ജസ്റ്റ് സിറ്റപ്പാണ്. ഫ്രീ സ്കോട്ട് എന്നും പറയും, സിറ്റപ്പ് എന്നും പറയും. അപ്പോൾ നമുക്ക് ഫ്രീ സ്കോട്ടായിട്ട് ഒന്നിലേ കൈ ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ നേരെ പിടിക്കുക. ഈ ഷോൾഡർ ലെവൽ കൈയിൻ്റെ ലെവൽ തന്നെ കാല് വെക്കുക, എന്നിട്ട് നേരെ ഇരിക്കുക. ഉപ്പൂറ്റി പൊങ്ങിപ്പോവാതെ ശ്രദ്ധിക്കുക. ചിലർക്ക് ഉപ്പൂറ്റി പൊങ്ങിപ്പോവും, അപ്പോൾ ഉപ്പൂറ്റി ഉറപ്പിച്ച് വെച്ചിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു 10 എണ്ണം വെച്ച് 3 സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഏറെക്കുറെ വാമപ്പിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു വാമപ്പ് നമുക്ക് ഇത്രയും ഈ ലെവൽ വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ മൊബിലിറ്റി കാര്യങ്ങളെല്ലാം അതേപോലെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റാവുന്നതാണ്.
പ്ലസ് വർക്കൗട്ടും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ വർക്കൗട്ടുമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.